Namaskaram guys, Nishant Raghunath here and welcome to a new video from Kaidu. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റേഷ്യോ അനാലിസിസിലെ നെക്സ്റ്റ് സെറ്റ് ഓഫ് റേഷ്യോസ് ആണ്. ആൻഡ് ദ സെറ്റ് ഓഫ് റേഷ്യോസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഹിയർ ആർ ടേൺ ഓവർ റേഷ്യോസ്. ഇഷ്ടം പോലെ റേഷ്യോസ് ഉണ്ട് ഇതിനകത്ത് പഠിക്കാനായിട്ട്. ഒരു പോയിന്റിൽ നിന്ന് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിനെ വളരെയധികം കൺഫ്യൂസ് ചെയ്യുന്നൊരു സെറ്റ് ഓഫ് റേഷ്യോസ് ആയത്. ഇപ്പം നമ്മൾ ആദ്യം പഠിച്ച ലെവറേജ് റേഷ്യോസ്, അതായത് ലിക്വിഡിറ്റി, ഷോർട്ട് ടേം ലിക്വിഡിറ്റി ആൻഡ് ലോങ് ടേം സോൾവൻസി റേഷ്യോസും പിന്നെ കണ്ട പ്രോഫിറ്റബിലിറ്റി റേഷ്യോസും വലിയ പ്രശ്നമില്ല, ഒരുവിധം നമ്മളെ കൺഫ്യൂസ് ചെയ്യാത്ത ഫോർമുലാസാണ്. പക്ഷെ ഇവിടെ വരുന്ന ഫോർമുലാസ് സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ബട്ട് ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻസ് വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു പെർട്ടിക്കുലർ റേഷ്യോസിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസും. ഇത് കഴിഞ്ഞിട്ട് വരുന്നൊരു സെറ്റ് ഓഫ് റേഷ്യോസ് ഉണ്ട്. ഇതിൽ രണ്ടിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേൺ ഓവർ റേഷ്യോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇതിൻ്റെ അകത്ത് വരുന്ന ഓരോരോ കാര്യങ്ങൾ നോക്കി പോവാം. സി, ടേൺ ഓവർ റേഷ്യോസ് മെഷർ ഹൗ എഫക്റ്റീവ്ലി ദ റിസോഴ്സസ് ആർ യൂസ്ഡ് ഇൻ എ ബിസിനസ്. അതായത് എത്ര നന്നായിട്ടാണ് ഒരു ബിസിനസ് ആ ബിസിനസ്സിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് പലതും ആം. റിസോഴ്സസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ബിസിനസ്സിലുള്ള ക്യാപിറ്റലാവും, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ബിസിനസ്സിന്റെ ക്യാപിറ്റൽ കൊണ്ട് മേടിച്ച അസറ്റ്സ് ആവാം. ഓക്കെ, ഇനി ഇപ്പൊ ക്യാപിറ്റൽ ഞാൻ ഉദ്ദേശിച്ച ലോങ് ടേം ക്യാപിറ്റൽ ആകാം. ഇനി ലോങ് ടേം ക്യാപിറ്റൽ മാത്രമല്ല, ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ, ബിസിനസ്സിലെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ബേസിസിലുള്ളതും ആവാം. ഓക്കെ, അപ്പൊ എത്ര നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ യൂസ് ചെയ്തു, എത്ര നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ചു, എത്ര നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത അസറ്റ്സ് ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ മെഷർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ അസറ്റ്സിന്റെയും ക്യാപിറ്റലിന്റെയും പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഓക്കെ, സോ സേ ഒരാൾ ബിസിനസ് തുടങ്ങി വിത്ത് a capital investment of say 10 lakhs ഇട്ട് ബിസിനസ് തുടങ്ങി. ഈ വ്യക്തിയുടെ ഈ ക്യാപിറ്റൽ എത്ര നന്നായി യൂട്ടിലൈസ് ചെയ്തു എന്നറിയണമെങ്കിൽ എന്താ വേണ്ടേ? സി, ബിസിനസ് ഉണ്ട്, ബിസിനസ്സിൽ ഈ പറഞ്ഞ 10 ലക്ഷം രൂപ കൊണ്ട് ഇട്ടു. ഇനി ബിസിനസ് എന്താ ചെയ്യണ്ടേ? ഈ 10 ലക്ഷം ഉപയോഗിച്ച് മര്യാദയ്ക്ക് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്ത്, നല്ലപോലെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്ത്, ഈ ഓപ്പറേഷൻസിൽ നിന്നും സെയിൽസ് അച്ചീവ് ചെയ്ത്, സെയിൽസിൽ നിന്നും പ്രോഫിറ്റ് പിടിക്കണം അല്ലേ? അപ്പൊ എത്ര നന്നായി ഈ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് ഈ 10 ലക്ഷം കൊണ്ട് അസറ്റ്സ് മേടിക്കാം, വർക്കിംഗ് ക്യാപിറ്റലിൽ പോകാം, എങ്ങനെ വേണമെങ്കിൽ പോകാം അല്ലേ? ആ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ആ മേടിച്ച അസറ്റ്സിന്റെ ബേസിസിൽ എത്ര നന്നായി കമ്പനി ഓപ്പറേഷൻസ് നടത്തുന്നു, ആ ഓപ്പറേഷൻസിൽ നിന്ന് എത്ര നന്നായി സെയിൽസ് വരുന്നു, ആ നന്നായി വരുന്ന സെയിൽസിൽ നിന്നും എത്ര നന്നായി പ്രോഫിറ്റ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 10 ലക്ഷം എങ്ങനെ കമ്പനിയുടെ പുറത്തേക്ക് പോയി വരുമാനം കൊണ്ടിരുന്നു, അതായത് ഈ 10 ലക്ഷം കൊണ്ട് എങ്ങനെ സെയിൽസ് കിട്ടുന്നു, 10 ലക്ഷം എത്ര സെയിൽസിലേക്ക് പോകുന്നു, അതാണ് നമ്മുടെ ഒരു അനാലിസിസ് പോയിന്റ്. ഇപ്പൊ ഞാൻ ഇപ്രാവശ്യം 10 ലക്ഷം ഇട്ടു, ഇപ്രാവശ്യത്തെ കച്ചവടം എനിക്ക് ഒരു 2 ലക്ഷം കിട്ടി. അപ്പൊ ഞാൻ വിചാരിക്കുക, നല്ലതാ, ഞാൻ ഇട്ട 10 ലക്ഷത്തിന് 2 ലക്ഷം ഈ പ്രാവശ്യം കച്ചവടം കിട്ടില്ല, ഒരു കൊല്ലം കൊണ്ട് 2 ലക്ഷം കച്ചവടം കിട്ടി, കൊള്ളാലോ, പരിപാടി കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വെറുതെ ജനറിക് പോയിന്റ് ഓഫ് വ്യൂ പറയാം, 100 രൂപ ഇട്ടു, ഈ വർഷം 20 രൂപയുടെ സെയിൽസ് കിട്ടി ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഐ മൈറ്റ് കൺസിഡർ നല്ല പരിപാടിയാണ്, നല്ലതാണ്, അത് നന്നായിട്ട് കമ്പനി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ജനറലി വിചാരിക്കും. പക്ഷെ ഞാൻ വേറൊരു പോയിന്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. സേ മൈ ക്യാപിറ്റൽ in the given example is 10 lakhs. My sales is 2 lakhs. Capital turnover ratio എന്ന് പറയുന്നത് ഇപ്പൊ തൽക്കാലം CTO എന്ന് എഴുതുക, that is sales divided by capital 0.2. ഓക്കെ, ഇവിടെ 20% അല്ലെ, 0.20% എന്ന് പറയാം. ഇപ്പൊ ഇവിടത്തെ ഉള്ള എല്ലാ റേഷ്യോസും നമ്മൾ പോയിന്റിലാണ് പറയാം. ഓക്കെ, ഈ ഫിഗറിലാണ് പറയുക, അബ്സല്യൂട്ട് നമ്മുടെ ഡെസിമൽ ഫിഗറിലാണ് നമ്മൾ ടേൺ ഓവർ റേഷ്യോസ് എല്ലാം പറയുക. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് 0.2 ഉണ്ട് എനിക്ക് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, വലിയ പ്രശ്നമില്ല, നല്ലതാണല്ലോ. 100 രൂപ എൻ്റെ 20% എനിക്ക് കച്ചവടം കിട്ടും. അപ്പോൾ 1 രൂപയ്ക്ക് എനിക്ക് 10 രൂപയ്ക്ക് എനിക്ക് 2 രൂപ വെച്ച് കിട്ടില്ല ഈ ഒരു കൊല്ലം തന്നെ നമ്മൾ വിചാരിക്കും. പക്ഷേ പ്രശ്നം എവിടെ വേണമെന്ന് അറിയോ? കാണിച്ചുതരാം. സേ ദിസ് ഇസ് മൈ സെയിൽസ്. P&L വരയ്ക്കാൻ പോയാൽ P&L വരയ്ക്കുന്നില്ല. സെയിൽസ് 2 ലക്ഷം. ദിസ് ഇസ് മൈ എക്സ്പെൻസസ് 1.5 lakhs. ഓക്കെ, എൻ്റെ പ്രോഫിറ്റ് നോക്കിയപ്പോൾ കാണുന്നത് എൻ്റെ പ്രോഫിറ്റ് ഇസ് 50,000. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 50 divided by
200 into 100 അല്ലേ, 50,000 divided by 2 lakh into 100 അല്ലേ. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ എഴുതിയെന്നുള്ളൂ ഞാൻ 50 divided by 200. ദാറ്റ് ഇസ് 25%. സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ് അല്ലേ, വളരെ നല്ലൊരു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആണ് എനിക്ക് കിട്ടിയേക്കണേ. 200 കച്ചവടത്തിൽ 50,000 രൂപ പ്രോഫിറ്റ്, 4/1 എനിക്ക് ലാഭമാണ് അല്ലേ, 25% എനിക്ക് ലാഭമാണ്. വളരെ നല്ല ഒരു റിസൾട്ടാണത്. പക്ഷേ ഓണറുടെ പോയിന്റിലേക്ക് നോക്കിയേ, ഓണറിനെ നോക്കുകയാണെങ്കിൽ ആ 10 ലക്ഷം ഇട്ടു, ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷത്തിന് ആകെ ഇക്കൊല്ലം കിട്ടിയത് 50,000 രൂപ അല്ലേ. ആകെ ഇക്കൊല്ലം കിട്ടിയത് 10 ലക്ഷത്തിന് 50,000 രൂപയാണ്. അപ്പൊ എന്ത് റിട്ടേൺ വന്നു കാണിച്ചു തരാം. എന്ത് റിട്ടേൺ വന്നു? റിട്ടേൺ ടു ഓണർ എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രോഫിറ്റ് നമുക്ക് അസ്യൂം ചെയ്യാം ഇത് ഡിവിഡൻഡ് ആയിട്ട് ഈ ഓണറിന് പോകുന്നുള്ളത്. അങ്ങനെയാണ് റിട്ടേൺ ടു ഓണർ എന്താ? 50,000 upon 10 lakhs അല്ലേ, 50,000 upon 10 lakhs അല്ലേ. എന്താ റേറ്റ് വരുന്നത് ഇവിടെ? വെറും 5% അല്ലേ, വെറും 5% ഇവിടെ റേറ്റ് വരണേ, ശരിയല്ലേ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സുകാരുടെ മുതലാവോ ഇത്? ബിസിനസ്സുകാരനെ ചിന്തിക്കില്ലേ, ഷടാ ഇതെന്തിനാ ബിസിനസ്സിൽ നിന്ന് 5%? ഇതിനെക്കാട്ടും ഞാൻ ഒരു FD കൊണ്ടേ ഇട്ടാ പറയാമായിരുന്നോ? ഒരു റിസ്ക്കും ഇല്ലല്ലോ. ഇതൊരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി ഇത്ര റിസ്ക് എടുക്കുകയും ചെയ്തു. ഇത്ര റിസ്ക് എടുത്തിട്ട് എനിക്ക് ആകെ കിട്ടിയത് 5%. അതിലൊരു അർത്ഥമില്ലല്ലോ അല്ലേ, അല്ലേ? ഇതാണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ ഇമ്പോർട്ടൻസ് വരണേ. സി ഇവിടെ ഇപ്പം എൻ്റെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 0.2 വേണ്ടുള്ളൂ. ഇമാജിൻ എൻ്റെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വാസ് 0.8 വേണ്ട, എനിക്കൊരു 1 തന്നെ വയ്ക്കാം, 1 or 1.2 എന്നെല്ലാം വയ്ക്കാം. 1.2 ആയിരുന്നു എൻ്റെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, 1.2. അതായത് എൻ്റെ സെയിൽസ് 12 ലക്ഷമായിരുന്നു. അത് 2 ലക്ഷം 6 ഇരട്ടിയായി. അപ്പം എക്സ്പെൻസസ് നേരെ 6 ഇരട്ടി ആവണമെന്നില്ല, പക്ഷെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ സേ ഒരു 8 ലക്ഷയുടെ എൻ്റെ എക്സ്പെൻസസ് വന്നേ. എൻ്റെ പ്രോഫിറ്റ് എത്രയുണ്ട്? 4 lakhs. എൻ്റെ പ്രോഫിറ്റ് 4 lakhs ഉണ്ട്. ഇനി 4 lakhs upon 12 lakhs നോക്കുകയാണെങ്കിൽ, 4 lakhs upon 12 lakhs നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 33.33% അല്ലേ. അതായത് 1/4 നേരത്തെ നെറ്റ് പ്രോഫിറ്റ് ആണ്, ഇപ്പൊ 1/3 ആയി. വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. 1/4 1/3 ആയി അല്ലേ. പക്ഷേ ഇത് നോക്കൂ, റിട്ടേൺ ടു ഓണർ നോക്കൂ. റിട്ടേൺ ടു ഓണർ നോക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിൽ 4 ലക്ഷം കിട്ടി, 4 out of 10 കിട്ടി. അതായത് 40% റിട്ടേൺ കിട്ടി. 5% നിന്ന് 40% കയറി. മറ്റേത് 25 33 പോയുള്ളൂ. പക്ഷെ ഇത് കയറിയത് കണ്ടോ, 5 40% കയറി. ഇപ്പൊ മനസ്സിലായി എന്താ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയുടെ റെലവൻസ് എന്നുള്ളത്. വെറുതെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ടായതുകൊണ്ട്, നല്ലൊരു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ കപ്പിൾ ചെയ്യുന്ന നല്ല ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വേണം. ഇപ്പം നമ്മുടെ കേസ് 1 നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വാസ് 25%. പക്ഷെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വാസ് 0.2. എത്രയായിരുന്നു? 0.2, 20%. കേസ് 2 നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോസ് 33.33%, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോസ് 40%. കണ്ടോ ഇവിടെ വരുമ്പോൾ നെറ്റ് ഓണറിന് വന്ന റിട്ടേൺ എന്ന് പറയുന്നത് വെറും 5%. ഇവിടെ ഓണറിന് വന്ന റിട്ടേൺ 40%. സോറി, ഇവിടെ എന്തൊരു മിസ്റ്റേക്ക് വന്നല്ലോ, ക്യാപിറ്റൽ റേഷ്യോ ഇസ് നോട്ട് 40, ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അതൊന്ന് ഞാൻ തിരുത്തിക്കോട്ടെ. ഇവിടെ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ സെയിൽസ് അപ്പോൺ, ഓക്കെ ഇവിടുത്തെ സെക്കൻഡ് കേസിലെ സെയിൽസ് അപ്പോൺ ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ 1.2 divided by 10, so 120%. കണ്ടോ, ഇതാണ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം എപ്പോഴും ഓർക്കുക, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെ ഡെസിമൽസിലായിരിക്കും വരുന്നത്, പെർസെൻറ്റേജിലായിരിക്കില്ല. അപ്പോൾ ഇതിനെ നമുക്ക് 20% എന്ന് കാണാം, അല്ലെങ്കിൽ 0.2 എന്ന് കാണാം. ഇവിടെ 120% കാണാം, അല്ലെങ്കിൽ 1.2 എന്ന് കാണാം. ഇതിൻ്റെ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുക, ഇതിൻ്റെ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുക. ക്ലിയർ? സിമ്പിൾ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ടേൺ ഓവർ റേഷ്യോസ് അളക്കുന്നത്. അതായത് വാട്ട് എവർ ദ റിസോഴ്സ് ഇസ്, ഒരു റിസോഴ്സ് ബിസിനസ്സിലേക്ക് വീഴുന്നു, ആ ബിസിനസ് അത് വെച്ച് റൺ ചെയ്യുന്നു, ആ റൺ ചെയ്ത് വെച്ച് റിട്ടേൺ വരുന്നു. സോറി, ഇത് ഇത്തിരി വൃത്തിയായിട്ട് വരയ്ക്കാം, ഈ ഒന്ന് സൈഡിലേക്ക് മാറട്ടെ.
റിട്ടേൺ ആയിട്ട് വരുന്നു. ഈ റിട്ടേൺ ഓണറിലേക്ക് പോകുന്നു. ഓണറിൽ നിന്നും പിന്നെ അത് റിസോഴ്സായിട്ട് ഇൻവെസ്റ്റ് ആയി ബിസിനസ്സിലേക്ക് കയറുന്നു. എൻ്റെ സർക്കിൾ ഇത്തിരി മോശമായി പോയി. നിങ്ങൾ ധരിക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട് വരയ്ക്കാം. നമുക്ക് ഒന്നും കൂടെ വൃത്തിയായിട്ട് വരയ്ക്കാം. ഓണർ എന്ന് വെച്ച് തുടങ്ങാം. ഓണർ ഉണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത് റിസോഴ്സ് കമ്പനിക്ക് വരുന്നു. ആ റിസോഴ്സ് ബിസിനസ്സിലേക്ക് പോകുന്നു. ബിസിനസ് അത് വെച്ച് റൺ ചെയ്യുന്നു. റൺ ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കുന്നു. ആ റിട്ടേൺ തിരിച്ച് ഓണറിലേക്ക് പോയി. ഇങ്ങനെ കറങ്ങി 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 ഇറ്റ്സ് ലൈക്ക് ടേണിങ് 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 ടേൺ ഓവർ റേഷ്യോസ്. എത്ര നന്നായിട്ട് റിസോഴ്സ് മാനേജ് ചെയ്യുന്ന റേഷ്യോ എന്നുള്ളൊരു ഡെഫിനേഷൻ ഇതിനുള്ളത് കാരണം ഈ റിസോഴ്സസിനെ അസറ്റ്സ് എന്ന് വിളിക്കുന്ന കാരണം അസറ്റ് മാനേജ്മെന്റ് റേഷ്യോ എന്നും ഇതിനെ വിളിക്കും. അസറ്റ് മാനേജ്മെന്റ് റേഷ്യോ എന്നും വിളിക്കും. എത്ര നന്നായിട്ട് കമ്പനി റൺ ചെയ്യുന്നു വിത്ത് ദ റിസോഴ്സസ് ഇൻവെസ്റ്റഡ്, അത് കാരണം അങ്ങനത്തെ ഒരു ഡെഫിനേഷൻ ഇതിനുള്ള കാരണം ഇതിനെ എഫിഷ്യൻസി റേഷ്യോ എന്നും വിളിക്കും. എഫിഷ്യൻസി റേഷ്യോസ്. ഓക്കെ, അപ്പൊ പല പല പേരിലായി വരിക. ആക്ടിവിറ്റി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ, അസറ്റ് മാനേജ്മെന്റ് റേഷ്യോ, യെസ്, ആൻഡ് എഫിഷ്യൻസി റേഷ്യോസ്. ഇങ്ങനെ പല പല പേരിൽ ഇത് വരും. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടാലോ റേഷ്യോസ്? യെസ്. നമുക്ക് അസറ്റ് മാനേജ്മെന്റ് റേഷ്യോസിന്റെ അകത്ത് വരുന്നത് ഇത്ര ഐറ്റംസ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോസ്. അപ്പൊ പൊതുവെ ജനറലി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ടേൺ ഓവർ റേഷ്യോ എങ്ങനെയാണ് പഠിച്ചത്? ന്യൂമറേറ്റർ എന്തായിരുന്നു? സെയിൽസ് ആയിരുന്നില്ലേ? ഇവിടെ സെയിൽസ് ആയിരുന്നു, ഇവിടെ സെയിൽസ് ആയിരുന്നു. 2 ഡിവൈഡഡ് ബൈ 10, 1.2 ഡിവൈഡ് ബൈ 10. പൊതുവെ സെയിൽസിന്റെ ബേസിസിലാണ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുക. ബട്ട് ചില കേസുകളിൽ സെയിൽസ് ആകാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവാം. കച്ചവടം ചെയ്ത വാല്യൂ അല്ല, ടോട്ടൽ കോസ്റ്റ് ആവാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ സെയിൽസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇപ്പോൾ പ്രോഫിറ്റ് ഒരു ശതമാനമായിരിക്കാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് 10%. അപ്പോൾ COGS പ്ലസ് 10% ആണ് സെയിൽസ് എങ്കിൽ സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഒരേപോലെ മൂവ് ചെയ്യുക. രണ്ടും തമ്മിൽ അതിൻ്റെ ഒരു 10% വ്യത്യാസം വരുന്നത്, ഇതിൻ്റെ 10% ആകെ ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ അതെപ്പോഴും ഓർക്കുക. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ പേരിലാണ്, സെയിൽസിന്റെ പേരിലാണ്, ബട്ട് ബോത്ത് വിൽ ഗിവ് സിമിലർ ആൻസർ അല്ല, സെയിം മീനിങ്, ബട്ട് ന്യൂമറിക്കലി ചെറിയ ഡിഫറൻസ് ഉണ്ടാവുന്നുള്ളൂ. രണ്ടിന്റെ അർത്ഥം ഒന്നായിരുന്നു തരാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം, ഓരോ റേഷ്യോ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഫോർമുല ഇസ് സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് അസറ്റ്സ്. അപ്പോൾ സെയിൽസ് ഓർ കൺഫ്യൂഷൻ ഇങ്ങനെ, സെയിൽസ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് അസറ്റ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ നേരത്തെ ചെയ്ത ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിൽ സെയിൽസ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എന്ന് കിട്ടുന്നത്. നെറ്റ് അസറ്റ് എന്താ? ടോട്ടൽ അസറ്റ്സ്. നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്, അതല്ലേ ക്യാപിറ്റൽ അല്ലേ? ക്ലിയർ? ഇനി ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. നെറ്റ് അസറ്റ് അല്ല എടുക്കണേ, മറിച്ച് അസറ്റ്സ് മാത്രം എടുക്കണേ. അപ്പൊ ഇവിടെ അസറ്റ് മൈനസ് ലയബിലിറ്റി എടുത്ത് ക്യാപിറ്റലിന്റെ ബേസിലാണ് പഠിച്ചത്. ഇത് ക്യാപിറ്റൽ ബേസിലല്ല, ഇത് മൊത്തം അസറ്റ്സിന്റെ ബേസിസിൽ. ഡിനോമിനേറ്റർ മാറി. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഇവിടെ നമ്മൾ കാണുന്നത് എത്ര നന്നായിട്ട് എൻ്റെ ഫിക്സഡ് അസറ്റിന്റെ ബേസിസിൽ സെയിൽസ് കിട്ടി, എത്ര നന്നായിട്ട് എൻ്റെ നെറ്റ് അസറ്റ്സിന്റെ ബേസിസിൽ സെയിൽസ് കിട്ടി. അപ്പൊ നോക്കുകയാണെങ്കിൽ എൻ്റെ സെയിൽസ് ആദ്യം 20, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് 2 lakh ആയിരുന്നു. 2 lakh, ക്യാപിറ്റൽ 10 lakh. രണ്ടാമത്തത് 12 lakh, ക്യാപിറ്റൽ 10 lakh. ഇങ്ങനെയായിരുന്നല്ലോ. ഇതായിരുന്നു നമുക്ക് ബെറ്റർ ഓപ്ഷൻ അല്ലേ? കാരണം ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഇവിടെ 0.2 ഇവിടെ 1.2 ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ എന്താ നമ്മളിത് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയിൽ എന്താ മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12/10 എന്ന് പറയുമ്പോൾ ഈ 10ന്റെ എത്ര വെച്ച് 12 ന്യൂമറേറ്റർ കൊണ്ട് നേടി. ഇപ്പം ഇവിടെ പറയുമ്പോൾ 2 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ഈ 10ന്റെ എത്ര വെച്ച് ഈ ന്യൂമറേറ്റർ കൊണ്ട് നേടി. ഈ 10ന്റെ വെറും 0.2 ടൈംസേ നേടിയുള്ളൂ. ഇവിടെ ഈ 10ന്റെ 1.2 ടൈംസ് നേടി. സത്യം പറഞ്ഞാൽ ക്യാപിറ്റൽ ടേൺ റേഷ്യോ കൂടുന്നതല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ ഇവിടെ 16 lakh വന്നു, ഇട്ട ക്യാപിറ്റൽ 10 ലക്ഷം, 1.6 ആയി. അതിൻ്റെ അർത്ഥം എന്താ? 10 ലക്ഷം ഇട്ടപ്പോൾ അതിൻ്റെ 1.6 ടൈംസ് സെയിൽസ് ചെയ്യാൻ അച്ചീവ് ചെയ്തു. ഇട്ട ക്യാപിറ്റലിലെ 1.6 ഇരട്ടി സെയിൽസിന് അച്ചീവ് ചെയ്തു അല്ലേ? ക്യാപിറ്റൽ അസറ്റ് റേഷ്യോ എപ്പോഴും കൂടുതലല്ലേ നല്ലത്. ഇനി ഇത് ക്യാപിറ്റൽ വേണ്ട, സെയിൽസ് എടുക്കുക, അസറ്റ്സ് എടുക്കുക.
ഇത് തന്നെയല്ലേ അർത്ഥം. സോ എനിക്ക് സെയിൽസ് 2 ലക്ഷം, എൻ്റെ ഉള്ള മൊത്തം അസറ്റ്സ് 15 ലക്ഷം. വേണം 15 ഉണ്ട്, ഡിവൈഡ് ചെയ്യാൻ പാടായിരിക്കും. മൊത്തമുള്ള അസറ്റ്സ് 20 ലക്ഷം. രണ്ടാമത് സെയിൽസ് 15 ലക്ഷം, അസറ്റ്സ് 20 ലക്ഷം. മൂന്നാമത് സെയിൽസ് 30 ലക്ഷം, അസറ്റ്സ് 20 ലക്ഷം. ഇവിടെ ഓരോ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 0.1, ഇവിടെ 0.75 അല്ല 0.75 അല്ലല്ലോ, വെയിറ്റ് ഇവിടെ 0.1 വന്നു, 10% വന്നു, ഇവിടെ 75% വന്നു, 0.75 വന്നു. യെസ്, ഇവിടെ 1.5 ടൈംസും ആയി അല്ലേ. ഇവിടെ ടേൺ ഓവർ റേഷ്യോ നോക്കുകയാണെങ്കിൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ അതെങ്ങനെ ഞാൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുതരാം. സിമ്പിളാണ്. വെയിറ്റ്, പേജ് ഒന്ന് വിളിച്ചാവുന്നു. ഇതെങ്ങനെ കണ്ടുപിടിച്ചത് ഞാൻ പറയും. താഴത്തേക്ക് എടുക്കട്ടെ കേട്ടോ, താഴത്തേക്ക് താഴത്തേക്ക് പോവില്ലേ? ശരി, അങ്ങനെ ചേർക്കണ്ടോ, താഴത്തേക്ക് പോവില്ല. അപ്പോൾ ഇവിടെ വെച്ചാൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്നെ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ഡിവൈഡ് ബൈ അസറ്റ്. സെയിൽസ് ഡിവൈഡ് ബൈ അസറ്റ്. 2 divided by 20, 0.1. 15 divided by 20, 0.75. 20 divided by 30, 1.5. അതാണല്ലോ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. യെസ്, ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിലും ഇതും കയറി പോണതല്ലേ നല്ലത്. ഇപ്പോൾ 0.1 എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ അസറ്റ്സിൻ്റെ വെറും 0.1 ടൈംസ് സെയിൽസ് അച്ചീവ് ചെയ്യുള്ളൂ. സ്പെല്ലിംഗ് തെറ്റി. ഇവിടെയാണെങ്കിലോ എൻ്റെ സെയിൽസ് 20 ലക്ഷം ഉണ്ടായി, പക്ഷെ അതിൻ്റെ 1.5 ഇരട്ടി സെയിൽസ് അച്ചീവ് ചെയ്തു. എൻ്റെ അസറ്റ്സ് 20 ലക്ഷം ഉണ്ടായി, പക്ഷെ എൻ്റെ 1.5 ഇരട്ടി സെയിൽസ് അച്ചീവ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താ, ഇതും കയറി പോണതാണ് നല്ലത് അല്ലേ. ദ മോർ ഇറ്റ് ഇസ് ദ ഹയർ ദ ബെറ്റർ അല്ലേ. ദ ഹയർ ദ ബെറ്റർ. ഇവിടെ വരിക, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയിലേക്ക് പോകണമെങ്കിൽ എത്ര, എൻ്റെ ഫിക്സഡ് അസറ്റ് 5 ലക്ഷമാണ്, എൻ്റെ സെയിൽസ് 20 ലക്ഷമായി. അതെന്താ, അസറ്റിന്റെ 4 ഇരട്ടി സെയിൽസ് ഞാൻ പിടിച്ചു അല്ലെ. 4 times 4 എന്ന് പറഞ്ഞാലും വരിക അല്ലേ. അപ്പോൾ എപ്പോഴും ഓർക്കുക, ടേൺ ഓവർ റേഷ്യോസ്, ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ടേൺ ഓവർ റേഷ്യോസ് ആർ നോട്ട്, ഈ എക്സ്പ്രസ് ഇൻ പോയിന്റ്സ് എന്ന് പറഞ്ഞില്ലേ, ഈ പോയിന്റ്സ് പറഞ്ഞ മിസ്റ്റേക്ക് അല്ല, ഒരു കാര്യം പറയാൻ പറ്റും. ഈ പോയിന്റ്സ് പറയുമ്പോൾ ഇറ്റ്സ് ടൈംസ്. അപ്പോൾ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 1.2 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1.2 ടൈംസ്. അസറ്റ് ടേൺ ഓവർ റേഷ്യോ 1.5 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1.5 ടൈംസ്. അത് 1.5 ഇരട്ടി. അതായത് അസറ്റിന്റെ 1.5 ഇരട്ടി കച്ചവടം ഉണ്ടായി, ക്യാപിറ്റലിന്റെ 1.2 ഇരട്ടി കച്ചവടം ഉണ്ടായി. ഓക്കെ, ഇനി അസറ്റ് ടേൺ ഓവർ റേഷ്യോ 0.75 എന്ന് പറഞ്ഞാലോ, അസറ്റിന്റെ വെറും 0.75 ടൈംസേ കച്ചവടം ഉണ്ടായുള്ളൂ. ഓക്കെ, മനസ്സിലായോ? അതാണ് സംഗതി. ഇനി അതേപോലെ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഒന്നുമില്ല, ഡിനോമിനേറ്റർ ടോട്ടൽ അസറ്റ് ആവും. അപ്പൊ ടോട്ടൽ അസറ്റിന്റെ എത്ര സെയിൽസ് പിടിച്ചു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത് മൂന്നും ഹയർ ദ ബെറ്റർ ആട്ടോ. ഇത് മൂന്നും പൊതുവെ എല്ലാ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോസും ഹയർ ദ ബെറ്റർ ആണ്. ക്ലിയർ? ഇത് മൂന്നും ദ ഹയർ ദ ബെറ്റർ എന്നാണ്. ഫൈൻ. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഏരിയയിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പം ഐ തിങ്ക് അത് ഞാൻ വേറൊരു വീഡിയോ തന്നെ പറയാം. കാരണം എന്താ അറിയോ, ഇതിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാനായിട്ട്. ആൻഡ് ഐ തിങ്ക് അതിനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ അങ്ങനെ തന്നെ ഇടാം. ആ ഡെഡിക്കേറ്റഡ് വീഡിയോ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ പഠിക്കാം. യെസ്, അപ്പം ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടേൺ ഓവർ റേഷ്യോയുടെ കോൺസെപ്റ്റ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ തന്നെ ഇതിന്റെ ഫോർമാറ്റ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഫോർമുല കിട്ടാൻ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, അത് ക്യാപിറ്റലിലെ എത്ര ഇരട്ടി സെയിൽസ് എനിക്ക് പിടിച്ചു. ഇപ്പോൾ മുകളിൽ സെയിൽസ്, താഴത്ത് ക്യാപിറ്റൽ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഞാൻ എത്ര ഫിക്സഡ് അസറ്റ് ഇടും അതിന്റെ എത്ര എനിക്ക് സെയിൽസ് ആയി കിട്ടി. അപ്പോൾ സെയിൽസ് ഡിവൈഡ് ഫിക്സഡ് അസറ്റ്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ, എത്ര ടോട്ടൽ അസറ്റ്സ് എൻ്റെ കമ്പനിയിലുണ്ട്, ആ അസറ്റിന്റെ എത്ര എനിക്ക് സെയിൽസ് ആയി കിട്ടി. ഇപ്പോൾ ടോട്ടൽ അസറ്റിന്റെ അടിയിൽ സെയിൽസിന്റെ അടിയിൽ ടോട്ടൽ അസറ്റ്, സെയിൽസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. എപ്പോഴും ടൈംസിലാണ് ടേൺ ഓവർ റേഷ്യോ ഡെപ്പിക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എടുത്ത് ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ അകത്തും പലതും വരുന്നുണ്ട്, കണ്ടോ, പലതും വരുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സെപ്പറേറ്റ് വീഡിയോ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, so right, I'll see you in the next one. Till then, tata, take care and goodbye. If you have any doubts or have any suggestions, please do share. All the best.